മയാസീറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ കഴിവുള്ളവർ ആ മൃഗത്തിന് ഭക്ഷണം കൊടുക്കണം. ഏതുപോലെ മുസ്ലിമീങ്ങളിൽ കഴിവുള്ളവർ പള്ളിയും മദ്രസയും ഒക്കെ നടത്തിക്കൊണ്ടുപോലെ അവർക്ക് നിർബന്ധമാണ്. ചിലർക്കൊരു ധാരണ ഉണ്ട്, കമ്മിറ്റിക്കാർ ചിലപ്പോൾ വരിസംഖ്യ ചോദിക്കുമ്പോൾ അല്ലെ പിരിവ് ചോദിക്കുമ്പോൾ അതെല്ലാം അവരാവശ്യമാണെന്നൊരു തോന്നലുണ്ട്. അങ്ങനല്ല, അത് നമുക്ക് കഴിവുള്ളവർക്കും നിർബന്ധമാണ്. ദീനിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം. എന്നാൽ ദീനിൻ്റെ കാര്യം മാത്രം നടന്നാൽ പോരാതെ ഞാൻ ഇപ്പോൾ പറഞ്ഞത്, മൃഗങ്ങളെ ഭക്ഷണം വരെ ആരും കൊടുക്കാനില്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ളവർ ഏറ്റെടുത്ത് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇവിടെ കാരുണ്യത്തിൻ്റെ മതമാണ് ഇസ്ലാം. എല്ലാവരോടും കാരുണ്യം, എല്ലാ ജീവികളോടും കാരുണ്യം. ഇസ്ലാം വിശാലമായ കാഴ്ചപ്പാടാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഷാഹുൽ കർമാനി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറിന്റെ സമീപത്ത് വെച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരു വലിയ മഹാനുണ്ടായിരുന്നു, ഖാജ അലി സിർജാനി എന്ന് പറഞ്ഞിട്ട്. ഒരു ഷാഹുൽ കർമാനി എന്ന് പറയുന്ന വലിയ മഹാനായ വലി, ആ വലിയുടെ ഖബറിന്റെ സമീപത്ത് വെച്ച് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കൽ മൂപ്പർക്ക് വലിയ താല്പര്യമാണ്. നമ്മുടെ ഉറൂസിനൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ മഹാന്മാരെ മഖ്ബറിന്റെ സമീപത്ത്. അതുപോലെ ഭക്ഷണം കൊടുക്കാൻ താല്പര്യമുള്ള, ഭക്ഷണം കൊടുക്കുന്ന ഒരാളായി മൂപ്പർ ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കി. മഖ്ബറിന്റെ സമീപത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആരും കഴിക്കാനില്ല. അപ്പൊ പടച്ചവനോട് പറഞ്ഞു, പടച്ചവനെ എനിക്ക് ഒരു വിരുന്നുകാരനെ തരണം, ഒരു അതിഥിയെ തരണം. എന്തിന്? ഭക്ഷണം കൊടുക്കാനേ. അങ്ങനെ പറഞ്ഞപ്പോ ഉടനെ തന്നെ മഹാനവറുകളുടെ സമീപത്തേക്ക് ഒരു നായ ഇങ്ങോട്ട് വന്നു. നായ വന്നപ്പോ ഒരൊറ്റ ശബ്ദം, അങ്ങനെയുണ്ടല്ലോ, നായനെ കണ്ടാൽ ആളുകൾ ശബ്ദം എടുത്തിട്ട് ഓടിക്കലുണ്ട്. അങ്ങനെ നായനെ ഓടിക്കാൻ വേണ്ടി ഒരൊറ്റ ശബ്ദം. പണ്ട് കാലത്തൊക്കെ നായ വരുമ്പോ നായനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറുക്കൻ വരുന്നു തന്നാലൊക്കെ നായക്ക് ബേജാറാവും. ഇപ്പം കുറുക്കൻ നായൊക്കെ ഐക്യമുന്നണിയാണ്. കുറുക്കൻ ഇപ്പം നായ്ക്കും വീണില്ല, അതുപോലെ തന്നെ ഒന്നുമില്ല, എല്ലാവരും വലിയ സ്നേഹത്തിലായിപ്പോ. സൗഹൃദ സമ്മേളനം നടന്ന കാലമാണ്. അപ്പോ ശബ്ദം ഉറക്കെ അങ്ങോട്ട് ശബ്ദിച്ചപ്പോ ആ നായ അങ്ങനെ തന്നെ അങ്ങ് പോയി. പക്ഷേ ഷാഹുൽ കർമാനി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ നിന്ന് അദ്ദേഹം കേൾക്കുകയാണ്. എന്താ കേൾക്കുന്നത് എന്നറിയോ? അതേ, തത്ലുബു ലൈഫൻ ഫൈദാ ഉർസില ഇലൈക ലൈഫുൻ തൻഹറുഹു. നീ ഒരു അതിഥിയെ ആവശ്യപ്പെട്ടില്ലേ? നിന്റെ സമീപത്തേക്കൊരു അതിഥിയെ അയക്കപ്പെട്ടപ്പോൾ നീ അതിനെ വിരട്ടി ഓടിച്ചില്ലേ? ഖാജ അലി സിർജാനി ആ നായയും നോക്കിയിട്ട് എല്ലാ സ്ഥലത്തും കറങ്ങി. നായനെ നോക്കി കറങ്ങി ഭക്ഷണം കൊടുക്കാന്. ഒരു സ്ഥലത്തും കണ്ടില്ല. അവസാനം മരുഭൂമിയിൽ ചെന്ന് നോക്കുമ്പോ നായ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങുന്നുണ്ട്. മെല്ലെ ആ ഭക്ഷണം കൊണ്ടുവന്ന് നായന്റെ സമീപത്ത് വെച്ചു കൊടുത്തിട്ട് നായനെ വിളിച്ചു നോക്കുമ്പോ ഫലം യൽതഫ്തിയിലേഹിൽ കൽബു. നായ തിരിഞ്ഞു നോക്കുന്നില്ല ഇയാളെ ഭക്ഷണം. നായ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ അലിയിൽ സിർജാനി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് തലയെക്കെട്ട് തലയിൽ നിന്ന് ഉയർത്തി, എന്നിട്ട് നായയോട് ഉതിർ പറഞ്ഞു, എനിക്ക് അബദ്ധം പറ്റിയതാണ്, ഈ ഭക്ഷണം സ്വീകരിക്കണം. ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് തൗബ ചെയ്തു. അപ്പോൾ ആ നായ സംസാരിക്കുകയാണ്, അഹ്സൻത യാ ഖാജാ അലി, നീ ചെയ്ത കാര്യം നന്നായിട്ടുണ്ട്. തത്ലുബുൽ ലൈഫ വൈദാ ജാഅ തത്റുദുഹു, നീ സൽക്കരിക്കാൻ ആളാവശ്യപ്പെടുന്നു, വന്നാൽ അട്ടിയോടിക്കൊന്നു. യംബഗി അൻ യകൂന ലക ഐനുൻ നാദിറത്തുൻ ബസീറാ, നിനക്ക് നല്ല ഉൾക്കാഴ്ചയുള്ള കണ്ണ് വേണം കേട്ടോ. ഇവിടെ ഭക്ഷണം മനുഷ്യന് മാത്രമല്ല ആവശ്യം, എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമുണ്ട്.
ഔലിയാക്കൾ അവരെല്ലാ ജീവികളോടും കാരുണ്യം കാണിക്കുന്നവരാണ്. ഷാഹുൽ കർമാനി തങ്ങളെ മഖ്ബറയിൽ വെച്ച് ഭക്ഷണം കൊടുക്കാൻ വന്ന നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ അതിഥിയെ ചോദിച്ചപ്പോ അയച്ചു തന്നതൊരു നായയാണ്. ആ നായയെ നിങ്ങൾ ആട്ടി ഓടിച്ചില്ലേ? നിങ്ങൾക്ക് ഉൾക്കാഴ്ചയില്ലാതെ പോയി. നിങ്ങൾ ഷാഹുൽ കർമാനിയെ സ്നേഹിക്കുന്ന മഹാനായതിനാൽ വലൗലം യകുൻ ഷാഹുൽ കർമാനി വസീലത്തല്ലക ലറഅയ്ത മാ റഅയ്ത, നിങ്ങൾ പലതും കണ്ടേനെ. പക്ഷെ ആ മഹാനെ സ്നേഹിക്കുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തൗബ ചെയ്യാൻ അവസരം കിട്ടിപ്പോയി. സഹോദരന്മാരെ, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജീവിയെയും ശല്യം ചെയ്യാതെ എല്ലാ ജീവികൾക്കും ഗുണം ചെയ്യുന്ന മതമാണ് ഇസ്ലാം. ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിൽ തീവ്രവാദമില്ല, ഇസ്ലാമിൽ ഭീകരവാദമില്ല, ഇസ്ലാമിൽ ഒരാളോടും വെറുപ്പില്ല. നായക്കടക്കം ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ടല്ലേ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് ഒരാൾ ദോഷം പൊറുത്ത് സ്വർഗക്കാരനായി എന്നും പൂച്ചക്ക് വെള്ളവും ഭക്ഷണവും കൊടുക്കാത്തതുകൊണ്ട് ഒരു സ്ത്രീ നരകത്തിൽ കടന്നുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചില്ലേ? അപ്പൊ നമുക്ക് നല്ല ബോധം വേണം. ചെലവിന് കൊടുക്കേണ്ടവർക്ക് ചെലവ് കൊടുക്കണം. മൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കണം. അതുപോലെ തന്നെ അതാ നമുക്ക് അല്ലാഹു തആല തരുന്നതിൽ നിന്ന് നല്ല കാര്യത്തിന് ചെലവഴിക്കണം. അവിടെ നമുക്ക് മടിയുണ്ടാകാൻ പാടില്ല. വഅഖ്രിദുല്ലാഹ ഖർദൻ ഹസനാ, അല്ലാഹുവിന് നല്ല കടം കൊടുക്കണോ തന്നെ. അല്ലാഹു തആല കടം കൊടുക്കണോന്ന് പറയുന്നതിന്റെ അർത്ഥം പടച്ചോൻ കടം വാങ്ങുക. അതിന്റെ അർത്ഥം കടം വാങ്ങിയാൽ അതിന്റെ സ്വഭാവം എങ്ങനെയാ? പകരം തരൂ. അതിനാ കടമെന്ന് പറയാം. സംഭാവന കൊടുത്താൽ പകരം കിട്ടൂല, കടം കൊടുത്താൽ പകരം കിട്ടും. അപ്പൊ അല്ലാഹു തആലക്ക് കടം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അല്ലാഹ് അതിന് പകരം തരും. പകരം തരാൻ വേണ്ടി നിങ്ങൾ ധാരാളം കൊടുത്തോ അതിന് മാത്രം പകരം തരും. അതാണ് വഅഖ്രിദുല്ലാഹ ഖർദൻ ഹസനാ. ബഹുമാനപ്പെട്ട അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിട്ട്, ഓ നബിയെ, അല്ലാഹ് കടം ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അതേ കടം ചോദിക്കുന്നുണ്ട്. അതേ അതിന് പകരം കിട്ടുമെന്നർത്ഥം. അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എന്റെ തോട്ടമുണ്ട്, അല്ലാഹു കടം ചോദിച്ചിട്ടുണ്ടല്ലേ, നാബില്ലീയത് തങ്ങളെ കൈയൊന്ന് എനിക്ക് നീട്ടിത്തരൂ. ഹബീബായ നബി തങ്ങളെ കൈ നീട്ടിക്കൊടുത്തപ്പോ കൈ പിടിച്ചിട്ട് പറയാണ്, എന്റെ തോട്ടം ഞാൻ അല്ലാഹുവിന് കടം കൊടുത്തു. 600 ഈത്തപ്പനകളുള്ള തോട്ടമാണ്, ചെറിയ തോട്ടമല്ല. 600 ഈത്തപ്പനയുള്ള തോട്ടമാണ്. അതും കൊടുത്തിട്ട് നേരെ തോട്ടത്തിന്റെ സമീപത്ത് നിന്ന് ഭാര്യയും മക്കളുമൊക്കെ തോട്ടത്തിലാണുള്ളത്. യാ ഉമ്മദ്ദഹ്ദാഹ് ഇൻസിലി ഉഖ്റുജി, ഇറങ്ങിക്കോ ഉമ്മുദ്ദഹ്ദാ. ഭാര്യയെ വിളിച്ചിട്ട് പറയും, ഞാൻ അതെന്റെ റബ്ബിന് കടം കൊടുത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ധർമ്മം ചെയ്യണം. ബുദ്ധിയുള്ളവൻ അങ്ങനെയാണ്. അവൻ ദുനിയാവിനെ സ്നേഹിക്കുന്നതിന് പകരം ആഖിറത്തെ സ്നേഹിക്കുമ്പോൾ ആഖിറം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തും. അവൻ ബുദ്ധിയുള്ളവനാണ്. അതേ, നല്ല ബുദ്ധിയുള്ളവരുണ്ട്, നല്ല വിവേകമുള്ളവരുണ്ട്, നല്ല ചിന്താശക്തിയുള്ളവരുണ്ട്. വൽ കയ്യിസുൽ ഫതിനുമല്ല തഗ്റുഹു ദുനിയ, ദുനിയാവ് ചതിക്കാത്തവനാണ് യഥാർത്ഥത്തിൽ കൂർമ്മ ബുദ്ധിയുള്ള, നല്ല വിശേഷ ബുദ്ധിയുള്ള, ചിന്താശക്തിയുള്ളവൻ. ദുനിയാവ് ചതിക്കാത്തവനാണ്. നടന്നിങ്ങനെ പോകുമ്പോ 10 പവൻ ആഭരണം വീണ് കിട്ടി. ആരും കാണണ്ടെന്ന് മനസ്സിലാക്കി കീശയിലിടുന്നതിന് പകരം ഈ 10 പവനെ തിരിച്ചു കടിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഉടമസ്ഥനെ അന്വേഷിച്ച് തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്ന് ചിന്തിക്കുന്ന ചിന്ത വേണം. ഒരു സ്ഥലത്ത് നിന്നും ഒരു നയാകാശം പടച്ചവൻ പൊരുത്തപ്പെടാതെ കയ്യിലാക്കരുത്.
അള്ളാഹു നിശ്ചയിച്ചതൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോവില്ല, നിശ്ചയിക്കാത്തതൊന്നും തന്നെ നമുക്ക് കിട്ടുകയുമില്ല. അത് റബ്ബിന്റെ മേൽ തവക്കുലാക്കി ജീവിതം നയിക്കണം. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോൾ കുതിരയെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഒരാവശ്യത്തിന് പോകണം. അപ്പൊ കുതിരനെ അവിടെ നിർത്തി. എന്നിട്ട് ഒരാൾ അടുത്തുള്ള ചെറുപ്പക്കാരൻ വിളിച്ചു, മോനെ ഇതിന്റെ കടിഞ്ഞാണ് കുറച്ച് സമയം പിടിച്ചിക്കണം, ഞാൻ വേഗം വരാമെന്ന്. അങ്ങനെ പോയി കാര്യങ്ങളൊക്കെ നിർവഹിച്ച് വരുമ്പോൾ അലി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, എൻ്റെ കുതിരന്റെ കടിഞ്ഞാണും പിടിച്ച് നിന്നാക്കി എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ. 2 ദിർഹം എടുത്ത് പ്രത്യേകം കീശയിലിട്ട് വെച്ചു. എന്തിന്? കീശയിൽ തന്നെ അതുപോലെ കൈ പിടിച്ചു 2 ദിർഹം കൊടുക്കാൻ. അങ്ങനെ അടുത്ത് വന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ പിടിക്കാൻ വേണ്ടി കൊടുത്ത ചങ്ങാതി കടിഞ്ഞാണും കട്ടുപോയി കളഞ്ഞിരിക്കുന്നു, അവനില്ല. പിന്നെ കുതിര അവിടെ ഉണ്ട്, യഥാർത്ഥ കുതിര അവിടെ ഉണ്ട്. ഈ മനുഷ്യ കുതിരക്ക് തീരെ വിവരമില്ലാത്ത അലി റളിയല്ലാഹു അൻഹു കുതിര എവിടെയും പോയിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു അടുത്തുള്ള അടിമനെ വിളിച്ചിട്ട് 2 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, നീ അങ്ങാടി പോയിട്ട് ഒരു കടിഞ്ഞാണ് വാങ്ങിക്കൊണ്ട് വരണം. കടിഞ്ഞാണ് വാങ്ങാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോണ്ട് ഈ കട്ടിട്ട് പോയ ചങ്ങാതി കടിഞ്ഞാണ് വിൽക്കാനിരിക്കുന്നുണ്ട്. അപ്പൊ അവനോട് ചോദിച്ചു, ഇത് വിൽക്കുമോ എന്ന് ചോദിച്ചു. വിൽക്കുമോ തന്നെ? എത്ര റുപ്യ? 2 ദിർഹം. അതിന് വേഗം 2 ദിർഹം കൊടുത്തേക്ക് വാങ്ങി. അലി റളിയല്ലാഹു അൻഹു കൊടുത്ത ദിർഹമല്ലേ. ഇങ്ങ് വന്നിട്ട് വിവരം പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു, നോക്ക് നിങ്ങൾ ഓരോരുത്തരുടെ ഗതികേട്. എന്തേ, ഞാൻ നല്ല പൊരുത്തത്തോടെ 2 ദിർഹം അയാൾക്ക് കൊടുക്കാൻ കീശയിലിട്ട് വന്നതാ. നല്ല പൊരുത്തത്തോടെ ഹലാലായ നിലക്ക് കിട്ടും. പക്ഷെ അയാൾ എന്ത് ചെയ്തു? കട്ട് പോയിട്ട് ആ കട്ട സാധനം വിറ്റിട്ടാ ഇപ്പൊ 2 ദിർഹം കിട്ടിയ. പഠിച്ചോ കണക്കാക്കി തന്നെയാ കിട്ടിയ 2 ദിർഹം. പക്ഷെ അയാൾക്കത് ഹലാലായ നിലക്ക് കിട്ടാൻ കാത്തിക്കാൻ സമയമായില്ല, അയാൾ കട്ടിട്ടാണ് സംഭവിച്ചത്. ഇങ്ങനെയുണ്ട് കുറെ ആൾക്കാർ. സമ്പാദിക്കുന്ന സമയത്ത് റബ്ബ് പൊരുത്തപ്പെട്ട വിധത്തിൽ മാത്രമാകണം എന്ന നിർബന്ധം വേണം. കടം വാങ്ങിയിട്ട് പിന്നെ ടെലിഫോൺ എടുക്കാത്തവരായി പോകരുത്. കടം വാങ്ങിയാൽ കൊടുക്കണമെന്ന ബോധം വേണം. കടം വാങ്ങൽ തന്നെ അത്യാവശ്യം അനിവാര്യമെങ്കിലേ വാങ്ങാവൂ. കൊടുക്കാൻ വകുപ്പുണ്ടാകുമെന്ന് കണ്ടാലേ വാങ്ങാവൂ. അങ്ങനെ വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കണം. ഓ മുഅ്മിനീകളെ, കടം ഉണ്ടായിട്ട് കടത്തോടുകൂടെ മരിച്ചുപോയ മനുഷ്യര് മയ്യിത്ത് നിസ്കരിക്കാതെ ഹബീബായ നബി തങ്ങൾ മാറി നിന്നതായി ഹദീസിലുണ്ടല്ലോ. കാരണം കടത്തോടെ മരിക്കുക എന്നത് അത്രയും അപകടകരമാണ് എന്നത് ബോധ്യപ്പെടുത്താനാണ്. പലരും കടം വാങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഖനാഅത്തില്ലാത്തത് കൊണ്ടാണ്. അതെ, അതാണല്ലോ അടുത്ത ചോദ്യം. ആരാണ് ഐശ്വര്യമുള്ളവനാണ് മൂന്നാമത്തെ ചോദ്യം. അതിന് ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയ മറുപടി, വൽ ഗനിയ്യു മൻ റളിയ ബിഖിസ്മത്തില്ലാഹി തആല. അല്ലാഹു തആല അവന്റെ തീരുമാനപ്രകാരം അംശയിച്ചു കൊടുത്തത് കൊണ്ട് പൊരുത്തപ്പെടുന്നവനാണ് ഐശ്വര്യമുള്ളവൻ. അല്ലാഹ് തന്നതുകൊണ്ട് തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞാൽ അവനാണ് ഐശ്വര്യമുള്ളവൻ. ഇല്ലെങ്കിലോ എത്ര കോടി ഉണ്ടായിട്ടും കാര്യമില്ല, അവനൊരു കാലത്തും ഐശ്വര്യം ഉണ്ടാവില്ല. എന്താണ്? അവനിങ്ങനെ പോരാ 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 എന്നുള്ള ചിന്തയിൽ ഉറക്കം കൂടി വരുന്നില്ല. അങ്ങനെ വിഷമിക്കാനില്ല. ചില ആൾക്കാർ വലിയ പണക്കാരനാണ്, ഒരുപാട് ബിസിനസ് ഉണ്ട്, സുബ്ഹാനല്ലാഹ്, വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് മൂപ്പർ ഇങ്ങനെ ഓഫീസിൽ ഇരിക്കുകയാണ്. ഒരു മുസ്ലിയാർ ഒരു മദ്രസേൻ്റെ പിരിവിന് പോയി. അപ്പോൾ അവിടെ ജോലി എടുക്കുന്ന സെയിൽസ്മാൻ ഉണ്ട്, അവനാകെ 1000 ദിർഹമാണ് അവൻ്റെ ശമ്പളം. അപ്പോൾ ഇവനോട് ചോദിച്ചപ്പോൾ എന്തെങ്കിലും തരുമോ മോനെ മദ്രസക്ക് എന്ന് ചോദിച്ചപ്പോൾ വേഗം 100 റുപ്യ എടുത്ത് അങ്ങോട്ട് കൊടുത്തു. 100 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഇന്ന് വന്ന് വളരെ നന്നായി, കാരണം ശമ്പളം ഇന്നലെ കിട്ടിയിട്ടേ ഉള്ളതുകൊണ്ട് കീശത്തിൻ്റെ പൈസ ഉണ്ടായിരുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാ വന്നേ തരാൻ കഴിയൂലായിരുന്നു, നിങ്ങൾ മുടക്കേണ്ടി വരുമായിരുന്നു. വലിയ സന്തോഷമായിപ്പോയി, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് 1000 ദിർഹം ശമ്പളം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 20,000 റുപ്യോളം ഉണ്ടാവും. ഞാൻ നല്ല റാഹത്തിൽ ജീവിക്കുന്നുണ്ട് തന്നെ, നല്ല ഐശ്വര്യമുള്ള കുട്ടി. ഇയാൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ ജോലിക്കാരൻ 100 ദിർഹം തന്ന സ്ഥിതിക്ക് മുതലാളിൻ്റെ അടുത്ത് എന്തായിരുന്നാലും ഒരു 10,000 ദിർഹമെങ്കിലും കിട്ടുമുള്ള ആൾക്ക് മുതലാളിൻ്റെ ഓഫീസിൽ പോയി മുതലാളിനോട് മദ്രസേൻ്റെ കാര്യമെല്ലാം പറഞ്ഞപ്പോൾ ഇയാൾ സംഗതി വളരെ വിഷമത്തിലാ. ചൈനയിൽ കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ചൈനക്കാരൊന്നും വരുന്നില്ല, അതുകൊണ്ട് കച്ചവടമൊന്നും വേണ്ട പോലില്ല, ഭയങ്കര പ്രയാസം. കേട്ടപ്പോൾ തോന്നി ഈ ചെറുപ്പക്കാരൻ തന്ന 100 ഉണ്ടല്ലോ അത് ഇയാൾക്ക് അങ്ങോട്ട് കൊടുത്താലോ എന്ന് തോന്നി. ഈ മുതലാളിക്ക് അങ്ങോട്ട് കൊടുത്താലോ അത്ര ഞെരിക്കാണോ അവന്? ഇവന് തീരെ ഞെരിക്കുക, അവന് തീരെ ഐശ്വര്യം ഇല്ലാത്തവനാണ്. പറഞ്ഞില്ലേ, ഇന്നൽ ഫഖീഹ ഹുവൽ ഫഖീഹു ബിഫീലിഹി ലൈസൽ ഫഖീഹു ബിനുത്ഖിഹി വമഖാലിഹി.
പണ്ഡിതനെന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്നവനല്ല, പണ്ഡിതനെന്ന് പറഞ്ഞാൽ നല്ല വാക്ക് പറയുന്നവനല്ല. പ്രവർത്തനത്തിൽ പണ്ഡിതനായവൻ, പ്രവൃത്തി പദത്തിൽ അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കുന്ന പണ്ഡിതൻ, അതാണ് യഥാർത്ഥ പണ്ഡിതൻ. ഇന്നൽ ഫഖീഹ ഹുവൽ ഫഖീഹു ബിഫിലിഹി. അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ വാക്ക്, അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ ജീവിത രീതി. അൽഹംദുലില്ലാഹ് 5 നേരം നിസ്കരിക്കുന്നുണ്ട്, സുന്നത്ത് നിസ്കാരം എടുക്കുന്നുണ്ട്, നിസ്കാര ശേഷമുള്ള ദിക്റും സലാത്തും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, അതുപോലെ ദുഹാ നിസ്കരിക്കുന്നുണ്ട്, കഴിവനുസരിച്ച് ഇബാദത്തൊക്കെ ചെയ്യുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ദിക്റ് ചൊല്ലുന്നുണ്ട്, സലാത്ത് ചൊല്ലുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ചിലരുണ്ടല്ലോ ഹദ്ദാദ് സംഘടിപ്പിക്കാൻ വളരെ ജോറാണ്, ഹദ്ദാദ് ചൊല്ലൂല. അതേ മഹ്ദറത്തുൽ ബദരിയ സംഘടിപ്പിക്കാൻ വളരെ ജോറാണ്, ചൊല്ലുന്ന സദസ്സിൽ ഇരിക്കൂല. അങ്ങനെ ആയാൽ പോരാ. ഇന്നൽ ഫഖീഹ ഹുവൽ ഫഖീഹു ബിഫിലിഹി ലൈസൽ ഫഖീഹു ബിനുത്ഖിഹി വമഖാലിഹി. അതുപോലെ വഖദൽ ഗനിയ്യു ഹുവൽ ഗനിയ്യു ഹുവൽ ഗനിയ്യു ബിനഫ്സിഹി. ഐശ്വര്യമുള്ളവൻ മനസ്സിന് ഐശ്വര്യമുള്ളവനാണ്. ഐശ്വര്യമുള്ളവൻ മനസ്സിന് ഐശ്വര്യം വേണം. അല്ലാഹ് തന്നതൊക്കെ വലുതാണ് എന്നുള്ള ചിന്ത വേണം. എനിക്കൊരു ചെറിയ കട്ടപ്പറയുണ്ടല്ലോ, ആ കട്ടപ്പറയും ഇല്ലാതെ ചെറ്റപ്പറയിൽ താമസിക്കുന്നവരുണ്ടല്ലോ. എനിക്കൊരു ചെറിയ ചെറ്റപ്പറയുണ്ടല്ലോ, ചെറ്റപ്പറയുമില്ലാതെ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ് ജീവിക്കുന്നവരുണ്ടല്ലോ. അങ്ങനെ താഴോട്ട് നോക്കി ജീവിക്കാൻ കഴിയണം. അവൻ ഐശ്വര്യമുള്ളവനാണ്. നേരെ മറിച്ച് മറ്റുള്ളവന്റെ മാളികയും അവന്റെ കാറും അവന്റെ ജോറും നോക്കിയിട്ട് അങ്ങനെ എനിക്കില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവന് തേച്ചപ്പാടില്ല, അവന് മതിയാകുന്നില്ല. അവൻ പിന്നെ അവനെപ്പോലെ ഞാനുമാകണമെന്ന് നിനക്ക് കടം വാങ്ങാൻ പോവാണ്, പിന്നെ കടം വീട്ടാൻ കഴിയാതെ ഫോൺ എടുക്കാതിരിക്കാണ്. അങ്ങനെ പറ്റൂല. ഐശ്വര്യമുള്ളവനെന്ന് പറയുന്നത് ദുനിയാദാ മൻ റളിയ ബിഖിസ്മത്തില്ലാഹ്, അല്ലാഹു അംശയിച്ചു കൊടുത്തത് കൊണ്ട് പൊരുത്തപ്പെട്ടവനാണ്. വൽ ഫഖീറു മൻ ഫീ ഖൽബിഹി തലബു സിയാദ. എന്നാ പിന്നെ ഫഖീർ ആരാണ്? ഫഖീർ എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ കിട്ടണം എന്ന് മനസ്സിലുള്ളവനാണ്. അവൻ എന്നും ഫഖീറാണ്. കിട്ടിയത് പോരാ, സൈക്കിള് വേണം. സൈക്കിള് കിട്ടിയപ്പോ സൈക്കിള് പോരാ, ഓട്ടോറിക്ഷ വേണം. ഓട്ടോറിക്ഷ കിട്ടിയപ്പോ അത് പോരാ, കാറ് വേണം. കാറ് കിട്ടിയപ്പോൾ ഈ കാറ് പോരാ, കുറച്ചും കൂടി മുന്തിയ കാറ് വേണം. സുബ്ഹാനല്ലാഹ്, മതിയാകുന്നില്ല. അവനാണ് ഫഖീർ. വൽ ഫഖീറും മൻ ഫീ ഖൽബിഹി തലബു സിയാദ. കൂടുതൽ കൂടുതൽ വേണമെന്ന് അന്വേഷിച്ച് നടക്കുന്നവനാണ് ഫഖീർ. വൽ ബഖീൽ മൻ മനഅനില്ലാഹി ഹഖ്ഖുൽ വാജിബ ഫീ മാലിഹി. പിന്നെ ഒരു ചോദ്യം, ലുബ്ധനാരാണ്? പിശുക്കനാരാണ്? കഞ്ചൂസാരാണ്? ഇവിടെ എന്താ പറയാ? ലുബ്ധനോ പിശുക്കനോ കഞ്ചൂസിനോ? കഞ്ചൂസ്. കഞ്ചൂസ് ആരാണ്? കഞ്ചൂസ് എന്ന് പറയുന്നത് അതേ, അവന് അല്ലാഹു തആല അവന്റെ സ്വത്തിൽ നിന്ന് ഇന്നതൊക്കെ കൊടുക്കണം എന്ന് കടപ്പാട് വെച്ചിട്ടുണ്ട്. ആ കടപ്പാടുള്ളതിന് കൊടുക്കാതിരിക്കുന്നവൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാവപ്പെട്ടവന്റെ അംശം കൊടുക്കാത്തവൻ, അതുപോലെ ദീനിന്റെ പ്രവർത്തനത്തിന് ചെലവഴിക്കാത്തവൻ, നിർബന്ധമായ കടപ്പാട് വീട്ടാത്തവൻ, അവനാണ് യഥാർത്ഥ കഞ്ചൂസ്. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹുവിന്റെ സാലിഹീങ്ങളുടെ ഉപദേശം സ്വീകരിച്ച് അല്ലാഹു നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നുവെന്ന ബോധത്തോടെ തഖ്വയോടെ ജീവിച്ച് മരിക്കണം. ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വ വല്ലദീന ഹും മുഹ്സിനൂൻ. അങ്ങനെയുള്ളവരുടെ കൂടെയാണ് അല്ലാഹ്. എൻ്റെ യുവാക്കളെ,
അല്ലാഹു തആല നമുക്ക് തേൻ കുടിക്കാൻ തന്നിട്ടുണ്ട്, പാല് കുടിക്കാൻ തന്നിട്ടുണ്ട്, ധാരാളം ജ്യൂസ് കുടിക്കാൻ തന്നിട്ടുണ്ട്, എത്രയോ ചായയും കാപ്പിയും തന്നിട്ടുണ്ട്. അങ്ങനെ പലതും പലതും റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. അവൻ നമ്മളോട് അതാ നജസ് കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നജസാണല്ലോ മദ്യം, ആ നജസാണല്ലോ ബ്രാൻഡി, വിസ്കി, ബാറ്, ബീറ്, കള്ള്, ചാരായം, നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും ലഹരി പാനീയം നജസാണ്. അത് ചലത്തേക്കാൾ ഗൗരവമുള്ള നജസാണ്. ഒരു ഉടിക്കുരി പൊട്ടിയിട്ട് അല്പം ചലം കുപ്പായത്തിലായാൽ ആ ചലത്തോടെ നിസ്കരിച്ചാലും നിസ്കാരം സഹീഹാകും. ചെറിയ ചലത്തിന് വിട്ടുവീഴ്ചയുണ്ട്. പക്ഷേ നമ്മൾ പ്ലെയിനിൽ വരുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഒരാൾ അവിടുന്ന് വിസ്കി കുടിക്കുമ്പോൾ ഒരു തുള്ളി നമ്മളെ കുപ്പായത്തിൽ തെറിച്ചു പോയാൽ അത് നല്ല വെള്ളം കൊണ്ട് കഴുകി അതിൻ്റെ നിറവും മണവും രുചിയും നീക്കാതെ നിസ്കാരം സഹീഹല്ല. ചലത്തേക്കാൾ ഗൗരവമുള്ള നജസാണ് ലഹരി. അതുകൊണ്ട് എൻ്റെ യുവാക്കളെ, ഒരു കൂട്ടുകെട്ടിലും പെട്ട് നിങ്ങൾ ലഹരി ഉപയോഗിക്കരുതേ. നിങ്ങൾ മദ്യത്തിൻ്റെയും കഞ്ചാവിൻ്റെയും ആളായി പോകരുതേ. നിങ്ങൾ ഒരിക്കലും തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുതേ. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കണം. ആ വയറ് വൃത്തികേടാക്കരുത്. ശുദ്ധമായ വയറുമായി പടച്ചവന്റെ അടുക്കലേക്ക് പോകണം. തെറ്റുകൾ വന്നവരുണ്ടെങ്കിൽ അല്ലാഹു മാപ്പ് നൽകട്ടെ. ഒരിക്കലും മദ്യപാനികളാകരുത്. എൻ്റെ യുവാക്കളെ, കാരണവന്മാരെ, ഉമ്മമാരെ, ഖുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. അന്യ പെണ്ണിലേക്ക് കണ്ണുകൊണ്ട് നോക്കരുത്. വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന. അന്യ പുരുഷന്മാരിലേക്ക് സ്ത്രീകളും നോക്കരുത്. നോക്കൽ മാത്രമല്ലല്ലോ, ഇപ്പോൾ ടെലിഫോൺ നമ്പർ കൈമാറിയിട്ട് പെൺകുട്ടികൾക്ക് ബോയ് ഫ്രണ്ടാണ് പോൽ, ആൺകുട്ടികൾക്ക് ഗേൾ ഫ്രണ്ടാണ് പോൽ. ഇന്നാലില്ലാഹ്. അന്യപുരുഷനും അന്യ സ്ത്രീയും ചാറ്റ് ചെയ്യുകയാണ്. അന്യ സ്ത്രീയും അന്യ പുരുഷനും വിളിച്ച് പാതിരക്കും സംസാരിക്കുകയാണ്. ഓ മക്കളെ, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ഒരു പക്ഷേ നിങ്ങളെ ബാപ്പ ഇത് അറിയുന്നില്ല, നിങ്ങളെ ഉമ്മ ഇതറിയുന്നില്ല, നിങ്ങളുടെ ടീച്ചർ അറിയുന്നില്ല. പക്ഷേ എല്ലാവരെയും പടച്ചു നോക്കി, അതാ എല്ലാം നോക്കി നടത്തുന്ന ഹയ്യും ഖയ്യൂമുമായ അല്ലാഹ് രഹസ്യവും പരസ്യവും അറിയുന്നുണ്ടേ, അവൻ കാണുന്നുണ്ടേ. വളരെ ശ്രദ്ധിക്കണം. ഹറാമുകളിൽ പോയി വീണു പോകരുത്. സ്ത്രീകളെ മാത്രമല്ല, ഒരിക്കലും കൗമാരപ്രായമുള്ള ഭംഗിയുള്ള ആൺകുട്ടികൾ, ആ ആൺകുട്ടികളുടെ കൂടെ ഒരു റൂമിൽ കിടന്നുറങ്ങരുത്. അത്തരം ആൺകുട്ടികളെ കയ്യും പിടിച്ച് നടക്കരുത്. അത്തരം ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ വരെ ഹറാമാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹറാമുകൾ, തെറ്റുകളിൽ കടന്നു പോകാതെ അള്ളാഹു പൊരുത്തപ്പെട്ട നിലയ്ക്ക് ജീവിച്ച് മരിക്കണം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ദർസിൽ വന്ന മുതഅല്ലിം, നല്ല ഭംഗിയുള്ള മുതഅല്ലിമാണ്. മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്നാണ് പേര്. കണ്ടാ നല്ല ഭംഗിയുള്ള താടിയും മീശയും മുളക്കാത്ത മുതഅല്ലിമാണ്. അബൂ ഹനീഫ പിന്നെ മുഖത്ത് നോക്കിയില്ല. തൂണിന്റെ മറുവശത്തിരുത്തിയിട്ട് ക്ലാസ് എടുത്തു. കാലം കുറെ കഴിഞ്ഞു. മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്ന മുതഅല്ലിം വലുതായി. പക്ഷേ മുഖത്ത് നോക്കലില്ല, ക്ലാസ് എടുക്കാറുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്കൊരു ദിവസം കുറെ ചീർപ്പുകൾ ഹദിയ വന്നു. ആ ചീർപ്പ് കിട്ടിയപ്പോ ഒന്ന് മഹാനവറുകൾ എടുത്തു. ബാക്കിയുള്ളത് മുതഅല്ലിമീകൾക്ക് വിതരണം ചെയ്യുമ്പോ അതാ
മുഹമ്മദ് ഇബ്നുൽ ഹസന് ചീർപ്പ് കൊടുത്തില്ല. ചോദിച്ചു, ബാക്കിയുള്ള മുതഅല്ലിമികൾ മുഹമ്മദിന് കിട്ടിയില്ലല്ലോ ഉസ്താദേ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മുഹമ്മദ് ഇബ്നുൽ ഹസൻ അവന് ചീർപ്പിന്റെ ആവശ്യമില്ല, താടി മുളച്ചിട്ടില്ല. അപ്പോഴാ മുതഅല്ലിമീങ്ങൾ പറയുന്നു, മുഹമ്മദിന് താടി മുളച്ചിട്ട് കാലം കുറേയായി, സ്വന്തം ഉസ്താദ് കണ്ടിട്ടില്ല. ക്ലാസ് ദിവസേന എടുത്ത ആളാണ് കേട്ടോ. 4 മദ്ഹബിന്റെ ഇമാമികളിൽ ഒരാളായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഈ മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു പിന്നെ വലിയ ഇമാമായിട്ടുണ്ട്. മഹാനവറുകൾ മുഹമ്മദ് ഇബ്നുൽ ഹസന് താടി മുളച്ചു എന്ന് മറ്റുള്ള മുതഅല്ലിമീങ്ങൾ പറഞ്ഞപ്പോൾ ചീർപ്പ് കൊടുക്കുകയാണ്. അത്ര സൂക്ഷിച്ചിട്ടാണ് നമ്മളെ മുൻഗാമികൾ ജീവിച്ചത് കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഞാൻ ഓർക്കുന്നു, പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിൽ ഓതിപ്പടിക്കുമ്പോ ഇശാ കഴിഞ്ഞ് 1-ാം ദർസും 2-ാം ദർസും കഴിഞ്ഞ് മുതഅല്ലിമീങ്ങളായ ഞങ്ങൾ കിടക്കുമ്പോ ഉസ്താദ് വാതിലിന്റെ അടുക്കൽ വന്നിട്ട് പറയും, അവൻ അവിടെ കിടക്കണം, ഇവൻ ഇവിടെ കിടക്കണം, അവൻ അവിടെ കിടക്കണം. മുതഅല്ലിമീങ്ങളെ കിടത്തുമ്പോൾ വലിയവരെ വേറെ തന്നെ ഒരു ഭാഗത്ത്, ചെറിയവരെ വേറെ തന്നെ ഒരു ഭാഗത്ത്, വളരെ ശ്രദ്ധിച്ചിട്ട് മുതഅല്ലിമീങ്ങളെ നിയന്ത്രിച്ചത് ഞാൻ ഓർക്കുകയാണ്. അല്ലാഹുവിനെ ഭയപ്പെടുന്നവരങ്ങനെയാണ് കേട്ടോ. അബദ്ധം വന്നാൽ നഷ്ടം പരിഹരിക്കാൻ കഴിയൂലല്ലോ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എൻ്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ സദസ്സിലേക്ക് വരണം. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വന്ന സർവ്വ തെറ്റുകളും മാപ്പാക്കി നമ്മെ എല്ലാം സാലിഹീങ്ങളിൽ പെടുത്തി തരട്ടെ. പ്രായമുള്ള ആളുകൾ, കാലിന് മുട്ടിന് വേനുള്ളവർക്കൊക്കെ ഇരുന്നോളൂ. ചെറുപ്പക്കാരോടാണ് ഞാൻ എഴുന്നേൽക്കാൻ പറഞ്ഞത്. വയസ്സന്മാരൊന്നും ബുദ്ധിമുട്ടണ്ട. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ വഅദ് പറയുമ്പോൾ ഞാനൊരു വഅദ് പറയാൻ പറ്റുന്ന ആളൊന്നുമില്ല. അല്ലാഹു തആല നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. ഞാൻ രക്ഷപ്പെടാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നമ്മളെല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു വഅദ് പറയുന്നു. വലിയ വായിലാണ്, വലിയ വലിയാണ്. വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നൊരു കടലാസ് കൊടുത്തു. ആ കടലാസ് വായിച്ചു നോക്കുമ്പോൾ അതിലുള്ളത് എന്താണ്? വഗൈറു തഖീൻ യഅ്മുറുന്നാസ ബിത്തുഖാ തബീബുൻ യുദാവിന്നാസ വഹുവ മരീളു. സുബ്ഹാനല്ലാഹ്. ആളുകളോട് നല്ല തഖ്വ വഅദ് പറയുന്ന ആള്, പക്ഷേ സ്വന്തത്തിൽ തഖ്വയില്ല. രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർ സ്വന്തത്തിൽ രോഗിയാണ്. ഈ കത്ത് കിട്ടേണ്ടത് എനിക്കാണ് കേട്ടോ, മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾക്കല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതം കഴിഞ്ഞു പോയില്ലേ? ഞാനിവിടെ സ്റ്റേജിൽ കയറിയപ്പോൾ ചോദിച്ചു, ഞാനിവിടെ മുമ്പ് വന്നിട്ടുണ്ടോ? ഒരാൾ പറഞ്ഞു 10 കൊല്ലം മുമ്പ് വന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ പറഞ്ഞു അതിൻ്റെയും മുമ്പ് വന്നിട്ടുണ്ട്. എവിടെയെല്ലാമോ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. ജീവിതം അങ്ങനെ കഴിഞ്ഞു പോയെല്ലാം ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ് മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾ. ആ സമയത്തൊരു വാക്ക് പറഞ്ഞു, അമലീ ലാ യൻഫഉക വതഖ്സീരി ഫീ അമലീ ലാ യദുറുക. മോനെ, എൻ്റെ പ്രവർത്തനം നിനക്കുപകരിക്കൂല, എൻ്റെ പ്രവർത്തനത്തിലുള്ള ന്യൂനത നിന്നെ ശല്യം ചെയ്യൂല. എൻ്റെ പ്രവർത്തനം നീ നോക്കണ്ട, അത് നോക്കുന്നത് എൻ്റെ യജമാനനായ റബ്ബ് നോക്കേണ്ടതാണല്ലോ. നീ ഞാൻ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് ചിന്തിച്ചിട്ട് ജീവിതത്തിൽ പകർത്തിയാൽ നിനക്ക് ഫലം കിട്ടും കേട്ടോ. ആ മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾ വഅദ് പറയുമ്പോ അവിടെ ഒരു ചെറുപ്പക്കാരൻ വന്നു. ഒരു 4 ദിർഹമും കയ്യിൽ പിടിച്ചാ വന്നത്. അത് ഒരു കള്ളുകുടിയനായ മുതലാളി കൊടുത്തതാണ്. ഫ്രൂട്ട് വാങ്ങാൻ പറഞ്ഞയച്ചതാണ്. 4 ദിർഹമും കൊണ്ട് പോകുമ്പോഴാ വഅദ് കണ്ടത്. ആ വഅദിൽ ഇങ്ങനെ നിൽക്കുമ്പോ മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾ പറഞ്ഞു, 4 ദിർഹം. ഇവിടെ ഒരു പാവപ്പെട്ട ഫഖീറുണ്ട്, അദ്ദേഹത്തിനൊരു 4 ദിർഹം വേണം. വല്ലവരും തന്നാൽ ഞാൻ 4 ദുആ അദ്ദേഹത്തിന് നടത്തി കൊടുക്കും. വഅദിന്റെ സദസ്സിൽ ദുആ
ചെയ്യുമ്പോ ആമീൻ പറയാൻ ഒരുപാട് മുഅ്മിനീകൾ ഉണ്ടാകുമല്ലോ. ഈ പാവപ്പെട്ട എന്റെ കയ്യിൽ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സംഭാവനകളും തന്ന് പലരും ദുആ ചെയ്യാൻ പറയാറുണ്ട്. ഇപ്പോൾ വരുന്ന സമയത്തും വിളിച്ചു പറഞ്ഞവരുണ്ട്, റബ്ബേ പരിഹരിക്കണേ അല്ലാ, ഈ പാവപ്പെട്ട എന്റെ മനസ്സിനാലട്ടുന്ന ഏത് പ്രശ്നമുണ്ടോ നീ അതും പരിഹരിക്കണേ അല്ലാ. ഈ വയല് കേട്ടപ്പോ ആ ചെറുപ്പക്കാരൻ 4 ദിർഹമും ഉസ്താദിനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഉസ്താദ് ചോദിച്ചു, എന്താ 4 കാര്യത്തിന് ദുആ ചെയ്യേണ്ടത്, നിനക്ക് എന്താ 4 കാര്യം വേണ്ടത്? ഉസ്താദേ, ഞാനൊരടിമയാണ്, എനിക്ക് മോചനം വേണം. അല്ലാഹു നിന്നെ മോചിപ്പിക്കട്ടെ. ഇനി എന്ത് വേണം? എന്റെ മുതലാളി തമ്മാടിയാണ്, കള്ളുകുടിയനാണ്. അദ്ദേഹത്തിന് തൗബയുടെ മനസ്സ് കിട്ടാനൊന്ന് ദുആ ചെയ്യണം. നിന്റെ മുതലാളിയെ അല്ലാഹ് തൗബ കൊടുത്ത് നന്നാക്കട്ടെ. ഇനി എന്ത് വേണം? ഉസ്താദേ, 4 ദിർഹമും കൈ പിടിച്ച് വന്നതാണ്, ആ 4 ഇവിടെ കൊടുത്തുപോയി, അതിന് പകരം കിട്ടണം. അല്ലാഹ് കടം വാങ്ങുന്നു എന്ന് പറഞ്ഞില്ലേ, പകരം കൊടുക്കൂന്നല്ലേ അതിന്റെ അർത്ഥം. അതിന് പകരം കിട്ടണം. അല്ലാഹ് നിനക്ക് പകരം തരട്ടെ. 4-മത് എന്ത് വേണം? 4-മത് അല്ലാഹു എനിക്ക് മാപ്പ് തരണം, എന്റെ മുതലാളിക്കും മാപ്പ് കൊടുക്കണം. അതേ വഅദ് പറയുന്ന മുസ്ലിയാരായ നിങ്ങൾക്കും അല്ലാഹ് മാപ്പ് തരണം. വലിയ മജ്ലിസിക്ക, നിങ്ങളെ മജ്ലിസിലുള്ളവർക്കും അല്ലാഹ് മാപ്പ് തരണം. അതിന് ദുആക്കും അല്ലാഹ് പൊറുക്കട്ടെ, നിന്റെ മുതലാളിക്കും പൊറുക്കട്ടെ, നിനക്കും പൊറുക്കട്ടെ, എന്റെ മജ്ലിസിലുള്ളവർക്കും പൊറുക്കട്ടെ. ദുആ ചെയ്ത് വഅദ് കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ മുതലാളിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മുതലാളി ഫ്രൂട്ട് വാങ്ങിയിട്ടില്ല, 4 ദുആയാ വാങ്ങിയത്. എന്ത് 4 ദുആ? മൻസൂർ ഇബ്നു അമ്മാർ നിങ്ങൾ വഅദ് പറയുന്നുണ്ടായിരുന്നു. അവിടെ പോയിരുന്നപ്പോ ഒരു ഫക്കീറായ മനുഷ്യന് 4 ദിർഹം കൊടുക്കാൻ കൊടുത്താൽ 4 ദുആ തരും തന്നെ. ഞാൻ 4 ദിർഹം കൊടുത്ത് 4 ദുആ വാങ്ങി. എന്താ വാങ്ങിയെന്ന്? ഒന്ന്, എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ദ്വാരപ്പിച്ചത്, നിന്നെ ഞാൻ മോചിപ്പിച്ചു. പിന്നെന്താന്ന് ചോദിച്ചു. പിന്നെ ഒന്ന്, നിങ്ങൾക്ക് അല്ലാഹു തആല തൗബന്റെ മനസ്സ് തരാനാണ്. അല്ലാഹ്, ആ മഹാൻ വഅദിന്റെ സദസ്സിൽ വെച്ച് ഞാൻ നന്നാകാൻ ദുആ ചെയ്തുവെങ്കിൽ ഇനി ഞാൻ എന്തിന് കാത്തു നിൽക്കണം? ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ്. എല്ലാ കള്ളുകുടിയും നിർത്തി, എല്ലാ തെറ്റും നിർത്തി കരഞ്ഞ് തൗബ ചെയ്തു. പിന്നെന്താ? 4 ദിർഹമാണ് കൊടുത്ത് പകരം കിട്ടണമെന്ന് ഏർപ്പിച്ചിട്ടുണ്ട്. 4000 ദിർഹം നിരക്ക് ഞാൻ പാസ്സാക്കിയത്. ഇനി എന്താന്ന് ചോദിച്ചു. ഇനി അല്ലാഹു തആല എനിക്കും പുറത്തു തരണം, നിങ്ങൾക്കും പുറത്തു തരണം, വേറെ പറഞ്ഞ എല്ലാവർക്കും പൊറുക്കണം, സാസിലുള്ളവർക്കും പൊറുക്കണം. അല്ലോ, അതെന്റെ കയ്യിലുള്ള വിഷയമല്ല, അത് ഞാൻ ചെയ്യേണ്ട കാര്യമല്ല, അത് അല്ലാഹു ചെയ്യേണ്ട കാര്യമാണ്. എനിക്കതിൽ പ്രവേശനമില്ല. അത് ഞാൻ അതിന് കഴിയുന്നവനെ ഏൽപ്പിച്ചു. അന്നത്തെ രാത്രിയില മുതലാളി കിടന്നുറങ്ങുമ്പോ കേൾക്കുകയാണ്, ഓ മൻസൂർ ഇബ്നു അമ്മാർ നിങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് നിങ്ങളാൽ കഴിയുന്ന 3ഉം നിങ്ങൾ ചെയ്തുവല്ലേ? ഒരു കാര്യം നീ അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചുവല്ലേ? അല്ലാഹു നിന്നെക്കാൾ അല്ല, സർവസൃഷ്ടികളെക്കാൾ എല്ലാവരെക്കാൾ ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്ന റബ്ബല്ലേ. ആ റബ്ബിനെ ഏൽപ്പിച്ചത് അവനുണ്ടോ? വെറുതെ ആക്കുന്നു. ഗഫർതു ലക വലി മൻസൂർ ഇബ്നു അമ്മാർ വലി അബീദിക വലി മജ്ലിസി അമ്മാർ മൻസൂർ ഇബ്നു അമ്മാർ. നിനക്കും ഞാൻ പൊറുത്തു, നിന്റെ അടിമക്കും പൊറുത്തു, വഅദ് പറഞ്ഞ മൻസൂർ ഇബ്നു അമ്മാറിനും പൊറുത്തു, അദ്ദേഹത്തിന്റെ മജ്ലിസിലുള്ളവർക്കും ഞാൻ മാപ്പ് കൊടുത്തു. അല്ലാഹുവേ, ഈ സമയം ജോലികളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം, ഈ ജനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്ന മഹാനെ സ്നേഹിച്ചു വന്നവരാണ്. ഞങ്ങളെ ദുആക്കും നീ ഇജാബത്ത് തരണേ അല്ലാഹ്. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും
മയ്യത്തുകളും നീ പൊരുത്തപ്പെട്ടതാക്കണേ അല്ലാ. നീ പൊരുത്തപ്പെട്ട നിലക്ക് ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. കിബ്ർ, ഉജ്ബ്, റിയാ, ഹസദ്, അമല്, ഹിർസ്, ബിദ്അത്ത്, ശഹ്വത്ത്, വളബ് തുടങ്ങിയ രോഗങ്ങളിൽ ഞങ്ങളെ മനസ്സ് ശുദ്ധിയാക്കണേ അല്ലാ. ഞങ്ങളെ മനസ്സിലും നാവിലും നിന്നെ സംബന്ധിച്ചുള്ള ദിക്ർ തരണേ അല്ലാ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഉമ്മ ബാപ്പമാർ, ഉസ്താദുമാർ, അല്ലാഹുവേ മരണപ്പെട്ട ആരുണ്ടോ മരിച്ചുപോയ എല്ലാവർക്കും, ഞങ്ങളുടെ സഖാഫിയുടെ മകനടക്കം മരിച്ചുപോയ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. ഫാത്തിഹയും സൂറത്തും ഓതിയിട്ട് നമുക്ക് ദ്വാരക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസാക്കട്ടെ. എല്ലാവരും നല്ല സംഭാവന തരണം ഫാത്തിഹ ഓതുമ്പോൾ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഇവിടെ നടക്കുന്ന ദീനീ പ്രവർത്തനങ്ങൾ, അതുപോലെ നടക്കുന്ന ഉറൂസ് പരിപാടികൾ, അതിനൊക്കെ നല്ല സഹായം എല്ലാവരും ചെയ്യണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. സുബ്ഹാനല്ലാഹ്. ഈ മുന്നിൽ ഈ മൈക്കൊക്കെ വെച്ചിട്ട് എങ്ങനെ ആൾക്കാർ വരിക? യാ റബ്ബ് യാ അല്ലാഹ്. അവിടെ ഇവിടെ പൊടി മാറും. കസരി കൊണ്ട് إلى حضرة النبي سيدنا محمد صلى الله عليه وسلم وإلى أهل الخير كلهم أجمعين. ചെറിയ കുട്ടികളൊക്കെ ഒന്ന് മാറിക്കുക. അത്യാവശ്യമുള്ളിൽ മാത്രം, പൈസ ഇരുന്നതിൽ മാത്രം വന്നാൽ മതി. പൈസ കൊണ്ടിട്ടല്ല കേട്ടോ, എനിക്ക് പൊടി പറയാൻ ശ്വാസം മുട്ടുന്നുണ്ട്. അപ്പോൾ ഒരാളെങ്കിലും ബെർത്ത് പറഞ്ഞാൽ അത്ര പൊടി പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് കുട്ടികളെല്ലാം ഒന്ന് മാറിക്കുക. പൈസ വരുന്നതിൽ മാത്രം വരിക. പൈസ വരുന്നത് പിന്നെ വരാണ്ട് നിൽക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഇലാ ഹളറത്ത് എല്ലാവർക്കും കൂടി ദ്വാരക്കും ബേജാറാണ്. ഇലാ ഹളറത്തിൻ നബി സയ്യിദനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وإلى أهل الخير كلهم أجمعين، خصوصا إلى حضرة من دفن في هذه المقبرة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സംഭാവന എല്ലാവരും തരണം. അതിലിടക്ക് എല്ലാവരും കാമ്യം പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഖൈറായ മക്കളെ തരട്ടെ. അള്ളാഹ് മക്കളില്ലാത്തതുകൊണ്ട് ദ്വാരക്കാൻ പറഞ്ഞ പലരുണ്ട്. അള്ളാഹു ഒരിക്കലും ഖൈറായ മക്കളെ കൊടുക്കട്ടെ. ചിലർക്കൊക്കെ ദിക്ർ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു തആല അവർക്ക് അത് ഫലവത്താകട്ടെ. അള്ളാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد أرحم الراحمين يا رب. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഞങ്ങളുടെ എല്ലാ ചലനങ്ങളും അടക്കങ്ങളും സദഖകളും ഞങ്ങളുടെ ഉറൂസ് പരിപാടിയും എല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ എല്ലാ മഹാന്മാരെ ഹളറത്തിനും ഇവിടെ മറിയപ്പെട്ടവരുടെ ഹളറത്തിനും നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ബന്ധപ്പെട്ടവർ ആരെല്ലാം മരിച്ചു പോയവരുണ്ടോ അവരുടെ എല്ലാം ഖബറിൽ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളിൽ ആരുടെ മനസ്സിൽ ഏത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റി തരണേ അല്ലാഹ്. ആർക്കെന്ത് കടങ്ങളുണ്ടോ നീ വീട്ടി തരണേ അല്ലാഹ്.
അള്ളാഹു ഏത് പ്രയാസം വിദേശത്തോ നാട്ടിലോ ആർക്ക് ബിസിനസ്സിലോ ജോലിയിലോ കൃഷിയിലോ പഠനത്തിലോ അധ്യാപനത്തിലോ എന്ത് പ്രയാസമുണ്ടോ നീ നീക്കിത്തരണേ അള്ളാഹു ഞങ്ങളുടെ കുട്ടികളെല്ലാം പരീക്ഷ എഴുതുന്ന സമയമാണ്. അവരുടെ പരീക്ഷകൾക്ക് ഉന്നതമായ വിജയം നൽകണേ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം നീ ബർക്കത്ത് നൽകണേ ഈ കൊടകിലുള്ള എത്രയോ മുതഅല്ലിമീങ്ങൾ സിറാജുൽ ഹുദയിൽ പഠിക്കുന്നവരുണ്ട്, അതുപോലെ വേറെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരുണ്ട്. പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്കെല്ലാം ബർക്കത്ത് നൽകണേ നാഫിആയ ഇൽമിനെ ഏറ്റിത്തരണേ ഇതെന്താ രണ്ട് ഒന്ന് സിറാജിലേക്കല്ല, നാഫിആയ ഇൽമിനെ ഏറ്റിത്തരണേ അള്ളാഹുവെ ഞങ്ങളാരും മാസൂമീങ്ങളായ നബിമാരല്ല, മഹ്ഫൂദീങ്ങളായ ഖുതുബുകളല്ല. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ ഏത് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടോ നീ ഞങ്ങൾക്കെല്ലാവർക്കും മാപ്പാക്കണേ അള്ളാഹുവേ. ഈ നാട്ടിലും ഇതിൻ്റെ പരിസരങ്ങളിലും ഈ കൊടക് പ്രദേശത്തും ഈ കർണാടക സ്റ്റേറ്റിലും ഇന്ത്യ രാജ്യമൊട്ടൊക്കെയും അള്ളാഹുവേ നിന്റെ പ്രത്യേകമായ കാവൽ നൽകണേ നിന്റെ സംരക്ഷണം നൽകണേ يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون. الله يا الله يا الله اللهم احفظنا واحفظ جميع أمة محمد صلى الله عليه وسلم بحفظك أنت خير حافظا وأنت أرحم الراحمين. അള്ളാഹുവെ ഞങ്ങളിൽ ആര് എന്ത് രോഗമുള്ളവരുണ്ടോ നീ രോഗം സുഖപ്പെടുത്തണേ എവിടെ ഗർഭിണികളുണ്ടോ നീ സലാമത്താക്കണേ എവിടെ മക്കളില്ലാത്തവരുണ്ടോ ഹൈറായ മക്കളെ നൽകണേ ആര് ഇണകൾ വേണമെന്ന് ഉദ്ദേശിക്കുന്നവരുണ്ടോ ഹൈറായ ഇണകളെ നൽകണേ അള്ളാഹുവേ. ആര് ഏത് ബിസിനസ്സിലോ ജോലിയിലോ പ്രയാസമുള്ളവരുണ്ടോ നീ നീക്കി കൊടുക്കണേ കടങ്ങൾ വീട്ടിത്തരണേ കടത്തോടെ കടപ്പാട് വീട്ടാതെ മരിപ്പിക്കല്ലേ ഞങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ നീ എളുപ്പം ചെയ്യണേ ഏത് ലൈസൻസോ പെർമിറ്റോ ഏത് കടലാസുകൾ ആർക്ക് ശരിയാകാനുണ്ടോ നീ എളുപ്പമാക്കി തരണേ അള്ളാഹുവെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ സലാമത്തോടെ ജീവിപ്പിക്കണേ അള്ളാഹുവെ. ഞങ്ങളെല്ലാം നിന്റെ സാധുക്കളായ അടിമകളാണ്. ജീവിതത്തിൽ വന്ന സർവ്വ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി അവസാനം ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة